ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ പുതിയ വീഡിയോ ആയി എത്തിയേക്കുന്നതിന് ഒരു കാരണമുണ്ട്. മുൻപ് എൻ്റെ സബ്സ്ക്രൈബർ ആയിരുന്നവരും എൻ്റെ വീഡിയോസ് കണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാം, എൻ്റെ ചാനൽ നെയിമിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ എത്തിയേക്കുന്നത്. അത് മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ യൂട്യൂബ് ജേണി എങ്ങനെയാണ്, യൂട്യൂബിലേക്ക് വന്ന കാര്യങ്ങൾ, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ, എനിക്ക് കുറെ അബദ്ധങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സംഭവിച്ചു. അറിയാത്ത കാരണം കൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഇന്നിപ്പോ ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2 years ബാക്ക് ആണ്. 2 year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല. ഞാനൊരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു മണി ഉണ്ടാക്കാന്നായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യായിരുന്നു അപ്പോഴ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്ത് നമ്മൾ ആരുമായിട്ട് ഇൻട്രാക്ഷൻ ഒന്നും അത്ര ഇല്ലല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഓഫീസിൽ പോവാത്തതിൻ്റെ കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ തന്നെ ഒന്ന് കൂളാക്കാൻ വേണ്ടി, എനിക്ക് ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ കുറേ കാലങ്ങളായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചാനൽ തുടങ്ങണമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ചാനല്. ഫസ്റ്റ് ഞാൻ ഒരു മണി എന്നുള്ള രീതിയിലൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഫസ്റ്റ് മെയിൻ ടാർഗറ്റ് അതല്ലായിരുന്നു. എനിക്ക് എൻ്റെതായ ഒരു മെന്റൽ ഒരു റിലാക്സേഷനും എനിക്കൊരു എൻഗേജ് ആവാനും ഒക്കെ കൂടിയാണ് ഞാൻ അത് ചെയ്തത്. അപ്പൊ ജോബിന്റെ കൂടെ തന്നെ ഞാൻ ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് മനസ്സിലാക്കിയത്, യൂട്യൂബ് ചാനലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഒരു നീഷിൽ വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ടൈപ്പ് വീഡിയോ തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അതുപോലത്തെ ഓഡിയൻസ് ഉണ്ടാവുള്ളൂ, നമുക്ക് അതിനകത്ത് വ്യൂവേഴ്സിന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഡിഫറെൻ്റ് ആയ ഏരിയാസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായ ഒരു ഏരിയ ആണ് ഫിലിം, അതുപോലെ ട്രാവൽ, പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ ഫസ്റ്റ് എൻ്റെ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയതും ആ ടൈം എനിക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് സിനിമയാണ്. ഞാൻ സിനിമേനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ചാനലിൻ്റെ പേര് സിനിമ മോഡ് വിത്ത് അശ്വതി എന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആണ് 6 month ആയപ്പോൾ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തേ ഇല്ല എനിക്ക് പെട്ടെന്ന് വ്യൂവേഴ്സ് ഉണ്ടാവുന്നും, എനിക്ക് കുറെ സബ്സ്ക്രൈബർ വരുന്നും, വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നു, അങ്ങനെയൊന്നും എൻ്റെ മൈൻഡിലേ ഉണ്ടായിട്ടില്ല. 1 year എങ്കിലും, അങ്ങനെയാണല്ലോ പറയുന്നത്, 1 year എങ്കിലും വേണം എന്നുള്ള രീതിയിലാണ് കൂടുതലും ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ട വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ 1 year എന്തായാലും കഴിയും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 6 മാസം ആയപ്പോൾ തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പൊ എനിക്ക് തന്നെ ഒരു അതിശയം, ഇത് ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാലേ, എനിക്കങ്ങനെ ഒന്നും അങ്ങനെ വേഗം കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ലൈഫ് ഇത്രയും കാലം ഞാൻ നോക്കുവാണെങ്കിൽ, എൻ്റെ ചൈൽഡ്ഹുഡ് കാലം മുതൽ ഇപ്പൊ വരെ ഞാൻ ജീവിക്കുന്നത് വരെ എനിക്ക് തോന്നിയത് ഒന്നും എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല. 1, 2, 3, 4 അറ്റംപ്റ്റിന് ശേഷമാണ് എനിക്ക് ഓരോന്നും കിട്ടുന്നത്. അപ്പോൾ ഒരു തവണ തന്നെ വിചാരിച്ചാലോ, ഒരു തവണ തന്നെ ട്രൈ ചെയ്താലോ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു മാജിക്, നമുക്ക് ചിലർ ലൈഫിലൊക്കെ പറയില്ലേ, എനിക്ക് മാജിക് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറെ ഭാഗ്യം വന്നു, അങ്ങനെയായി ഇങ്ങനെയായി, അങ്ങനെയൊന്നും പറയാൻ എൻ്റെ ലൈഫിലില്ല. കാരണം ഞാൻ എന്താണ് ഹാർഡ് വർക്ക് ചെയ്തത് അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടിയതാണെങ്കിലോ 1, 2 അറ്റംപ്റ്റിൽ കിട്ടിയിട്ടുമില്ല. കൂടുതലും ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ എന്നാലും കൂടുതലും എനിക്ക് കിട്ടിയേക്കുന്നത് കുറേ അറ്റംപ്റ്റിലാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഇത് ശരിയാകൂലല്ലോ, ഇത് എന്താ ഇങ്ങനെയാ? 6 monthലൊക്കെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ സെറ്റായി, ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം, ഇതെന്താ ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചു പിന്നെ ഇതെങ്കിലും എനിക്ക് അങ്ങനെ കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനത് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് തന്നെ മോണിറ്റൈസേഷൻ കിട്ടിയില്ല, റിജക്ട് ചെയ്തു. റീയൂസ്ഡ് കണ്ടന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ
കൂടുതലായിട്ടും നമ്മൾ വേറെ സിനിമയുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ക്ലിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും, ചെറുതായാലും മതി. അപ്പൊ അത് റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ് യൂട്യൂബിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് യൂട്യൂബിൽ നിന്ന്. എനിക്ക് അറിയില്ലായിരുന്നു, കാരണം സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നറിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. പിന്നെ കൂടുതലും എനിക്ക് ടെക്നിക്കൽ സൈഡ് അല്ല എനിക്ക് അറിയാതിരുന്നത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എങ്ങനെയാണിത്, ഏത് ടൈം പോസ്റ്റ് ചെയ്യണം, എങ്ങനെയായിരിക്കണം തംബ്നെയിൽ, എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ എങ്ങനത്തെ ഓഡിയൻസിലേക്ക് എങ്ങനത്തെ ഇത് കൊടുക്കണം, അങ്ങനെ പല പല ഇതിന്റെ കുറെ ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇതുപോലെ റീയൂസ്ഡ് കണ്ടന്റ്, അങ്ങനെ കുറെ ഷോർട്സിന് ഇങ്ങനെയാണ് വ്യൂ, ലോങ് വീഡിയോക്ക് ഇങ്ങനെയാണ് വ്യൂ, ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്താണ് ഇതൊക്കെ പഠിച്ചത്. ഇതൊക്കെ പഠിച്ച് എനിക്ക് ഫസ്റ്റ് ടൈം എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് വന്നു. ഒരു ഒരു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു 1 മാസത്തോളം ചെയ്യാൻ പറ്റില്ല, മീൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1 മന്ത് 30 ഡേയ്സ് കഴിഞ്ഞാലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ 30 ഡേയ്സ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിന്നു. പക്ഷെ 30 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ മാക്സിമം റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്തു, റിമൂവ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്തു. 1 മാസം കഴിഞ്ഞിട്ട് അതും റിജക്റ്റ് ആയി. അതും റിജക്റ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. ഞാൻ പറഞ്ഞു ഇത്രയും ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ, എങ്ങനെ ഇത് റിമൂവ് ചെയ്യണ്ടേ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. രണ്ടാമത്തെ ഇതും അങ്ങനെ റിജക്റ്റ് ആയതിനു ശേഷം ഏതൊക്കെ ഡിലീറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതെന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 3 മന്ത് കഴിഞ്ഞ് 3 മന്ത്, ഫസ്റ്റ് 1 മന്ത് ആയിരുന്നു, സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോൾ 3 മന്ത് കഴിഞ്ഞിട്ടേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ ഒക്കെ ആയി. വീണ്ടും ഞാൻ 3 മന്ത് കൊണ്ട് മാക്സിമം കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു, എന്തൊക്കെയൊക്കെ കാണിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ 3 മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അങ്ങനെ 3rd അറ്റംപ്റ്റിലാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊന്നുമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരും, കാരണം നമ്മൾ കാണുന്നതല്ലല്ലോ, യൂട്യൂബിന്റെ അൽഗോരിതം വെച്ചിട്ട് യൂട്യൂബിന്റെ ആൾക്കാർ നമ്മളെ വീഡിയോ നോക്കുന്നതാണല്ലോ. അപ്പൊ പിന്നെ അത് അവരത്രയും ക്ലിയർ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടില്ല എന്നൊക്കെ വരും, നമുക്ക് ചിലതൊക്കെ മിസ്സായി പോകും, നമ്മുടെ കണ്ടില്ല, അയ്യോ ശ്രദ്ധിച്ചില്ലല്ലോ. പക്ഷെ യൂട്യൂബ് അത് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കും. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, കിട്ടും എന്നുള്ള രീതിയിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ആവട്ടെ, എന്തായാലും ചാനലുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ 3rd അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടി. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴാണ് എനിക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിമിന്റെ കുറെ കാര്യങ്ങൾ വന്ന്, ക്ലെയിം വന്നു, സ്ട്രൈക്ക് വന്നു, പറയാൻ നിന്നാൽ കുറേ ഉണ്ട്. ക്ലെയിം വന്നു, സ്ട്രൈക്ക് വന്നു, കുറേ പ്രശ്നങ്ങൾ പിന്നെയും ഞാൻ അനുഭവിച്ചു കുറേ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഞാനിപ്പോൾ 6 മന്തോളായി ഞാൻ വീഡിയോസ് അങ്ങനെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറെ ഈ യൂട്യൂബായിട്ട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങളും പിന്നെ അതുപോലെ എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളും കൊണ്ട് എനിക്ക് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ 6 മന്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീഡിയോ കൺസിസ്റ്റന്റ് ആയി ഇടണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സിനിമ എനിക്ക് ഇഷ്ടമുള്ള എന്താണോ, ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത്, അത് ആണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടി താല്പര്യം. ആ ടൈം ഞാൻ സിനിമയെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ടാണ് സിനിമ മാത്രം ഇട്ടത്. പക്ഷെ ഇനി അങ്ങനെ വേണ്ട, ഇനി കൂടുതലും എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ താല്പര്യമുള്ളത് അതൊക്കെ യൂട്യൂബിൽ ഇടാം. പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള രീതിയിലും കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതി ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ചാനലിന്റെ നെയിം മാറ്റാം, സിനിമ മോഡ് വിത്ത് അശ്വതി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പോൾ സിഗ്നേച്ചർ വിത്ത് അശ്വതി എന്നാക്കി. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ട്രാവൽ, സിനിമ, അതുപോലെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ അതൊക്കെ നിങ്ങളെ കാണിക്കാനും, അത് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ അത് സന്തോഷമായിരിക്കും. അതറിയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നിങ്ങളുടെ ഓരോ കമന്റ് കാണുമ്പോഴും സപ്പോർട്ട് കാണുമ്പോഴും ഒക്കെ
എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് സിനിമയുടെ ഞാൻ കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടിരുന്ന സമയം നല്ല പിന്നെ അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. കാരണം നമുക്ക് ആ ഒരു മോട്ടിവേറ്റ് ആവുകയാണ് നമുക്കത് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാണ് വീണ്ടും ചാനല്. അപ്പോൾ ഇത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. യൂട്യൂബുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ അറിയാത്തതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാം കൂടി എനിക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഞാൻ ഈ സിഗ്നേച്ചർ വിത്ത് അശ്വതി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിനെ ഞാൻ കാണുവാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവരും ഇതുവരെ സിനിമയുടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയം എന്നെ സപ്പോർട്ട് ചെയ്തവരും ഇപ്പൊ പുതിയ കാണുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊന്നും ഫസ്റ്റ് അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിന്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ചാനലിന്റെ കാര്യം ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടാണ്, പല റീസണുകൾ കൊണ്ടും കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ ഇതെങ്കിലും എനിക്ക് നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയി ചെയ്യണം എന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്നും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കണമെന്നും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ച് കേൾക്കണമെന്നും നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പാണ് എൻ്റെ യൂട്യൂബർ എന്ന രീതിയിൽ നിങ്ങൾക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് എന്തൊക്കെ ടിപ്പുകളാണ് എനിക്ക് തരാൻ പറ്റുക, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് തരാൻ വേണ്ടി പറ്റുമോ, അല്ല എന്തൊക്കെയാ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വഴിയെ അറിയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം. അപ്പൊ പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ പിന്നെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ എന്നാ ബൈ.